മാനസ കസ്റ്റഡി അപേക്ഷ നൽകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇതാ സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? അസിത, ഇപ്പോൾ അല്പസമയം മുൻപാണ് രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കസ്റ്റഡി അപേക്ഷ നൽകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം അറിയിച്ചത്. ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെയും തന്നെ പുറത്തു വന്നിരുന്നു. അതായത് മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് 2 കേസുകളിലാണ്. ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളി കേസിലുമാണ്. ആദ്യ കേസിൽ, അതായത് ദ്വാരപാലക ശില്പപാളി കേസിൽ 2ാം പ്രതിയും രണ്ടാമത്തെ കേസിൽ 6ാം പ്രതിയുമാണ് ഈ മുരാരി ബാബു എന്ന് പറയുന്നത്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ്. ഇയാൾ ഒത്താശ ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാക്കിയിരിക്കുന്നത്. ഏതായാലും 14 ദിവസത്തേക്കാണ് റിമാൻഡിൽ എത്തിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള ശ്രമത്തിൽ തന്നെയാണ് SIT സംഘം എന്നും അറിയിക്കുന്നുണ്ട്. ഒപ്പം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് ഈ തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെയും തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യലിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതിന് ഒത്താശ ചെയ്ത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ഒരു മുഖ്യ ആൾ കൂടിയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്ന മുരാരി ബാബു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് മുന്നിൽ ഉള്ളത്. അതിനായി കസ്റ്റഡി അപേക്ഷ നൽകാൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത്. ഈ മാസം 29 കസ്റ്റഡിയിൽ ലഭിക്കാൻ പ്രൊഡക്ഷൻ വാറന്റ് നൽകുമെന്നും SIT സംഘം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുൻപാണ് ഈ സ്പെഷ്യൽ ജയിലിലേക്ക് മുരാരി ബാബുവിനെ എത്തിച്ചിരിക്കുന്നത്. അസിത.